റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഫോർവേഡ് എന്ന് പറയേണ്ടത് ഓൽക്കില്ലേനി. അതായത് ഒരു നല്ല മുന്നേറ്റ നിരക്കാരനെ റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ കുറേ കാലമായിട്ട് ഓല് പറയേണ്ട ഒരു കാര്യമാണ്, ഒരു നല്ല മുന്നേറ്റ നിരക്കാരനെ നമുക്ക് വേണമെന്നുള്ളത്. കരീം മുസ്തഫീസർ ബെൻസിമ എന്ന് പറയുന്ന ആ ഒരു താരം റിയലിൽ നിന്നും പടിയിറങ്ങി പോകുന്നു. പിന്നെ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ട്രൈക്കർ റിയൽ മാഡ്രിഡിനില്ല. പക്ഷേ എന്നാലും ചോരാത്ത പോരാട്ട വീരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത്തവണത്തെ UCL ഒന്ന് കണ്ടുനോക്കിയാൽ മതി. എല്ലാ മത്സരങ്ങളിലും പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ഓൽക്കില്ല. എന്നിട്ട് മിഡ്ഫീൽഡേഴ്സും വിങ്ങറായിട്ടുള്ള കളിക്കുന്ന ഫോർവേഡേഴ്സൊക്കെയാണ് ഗോൾ അടിച്ചിട്ട് ഈ UCL ഓലെ എല്ലാവിധ കാര്യങ്ങളും നിർണ്ണയിച്ചിട്ടുള്ളത്. ഈ UCL നേടാൻ തന്നെ കാരണം അങ്ങനത്തെ ഒരു ടീം ഉണ്ടായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കുക, ഈ നിരയിലേക്കാണ് കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന വൺ ഓഫ് ദ സ്ട്രൈക്കർ, വേൾഡിലെ ഏറ്റവും നല്ല സ്ട്രൈക്കർ കടന്നു വരുന്നത്. ഇനി ലോക ഫുട്ബോൾ വിറപ്പിക്കാൻ പോകുന്ന ഒരു സ്ക്വാഡ് തന്നെയായിരിക്കും റിയൽ മാഡ്രിഡിൻ്റെത്. കാരണം രണ്ട് വിങ്ങുകളിലുള്ളത് ബ്രസീലിൻ്റെ യുവതാരങ്ങളായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയുമാണ്. ഇനി മുമ്പോട്ട് വരുമ്പോൾ റിയൽ മാഡ്രിഡിൻ്റെ ആ ഒരു സ്ട്രൈക്കറായിട്ട് കളിക്കാനായിട്ട് പോകുന്നത് കിലിയൻ എംബാപ്പയാണ്. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് വിക്ടർ ഓസിമാനെ സൈൻ ചെയ്യുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ഇന്ത്യയൊക്കെ ഒരു പ്രതീക്ഷകളൊക്കെ മാനത്തേക്ക് പറത്തിയിട്ടാണ് എംബാപ്പെ കടന്നു വരുന്നത്. ഇനിയിപ്പോൾ അതേ നിരയിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ബ്രസീലിൻ്റെ യങ് പ്ലെയർ ആയിട്ടുള്ള എൻട്രിക്ക് എന്ന് പറയുന്ന താരം. ഇനി അവരൊക്കെ പുറകിലെ ജൂഡ് ബെല്ലിംഗാമും. എന്തൊരു ടീമാണിത്! ലോക ഫുട്ബോളിൽ ഇത്ര മികച്ചൊരു ടീമില്ല എന്ന് പറയേണ്ടത് സത്യമാണ്. ഞാൻ ഇതിലേറ്റവും കൂടുതൽ പുകഴ്ത്തി പറയേണ്ടത് നമ്മൾ പെരസ് അണ്ണനെ മാത്രമാണ്. പെരസ് അണ്ണനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആരൊക്കെ കടന്നു പോയാലും പിന്നെ ആരവിടെ കൊണ്ടുവരണമെന്ന് മൂപ്പർക്കറിയാം. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് എംബാപ്പെ ഇപ്പോൾ ടീമിൽ വന്നതിനുള്ള ഒരു പ്രധാന ഉദാഹരണം. ഇപ്പോൾ ലോകത്തെമ്പാട് ചർച്ച എന്ന് പറയേണ്ടത് എംബാപ്പയെ എങ്ങനെ കളിപ്പിക്കും, എവിടെ കളിപ്പിക്കും എന്നുള്ള ഒരു ചർച്ചയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ എല്ലാ കളിക്കാരും പുറത്തോട്ട് വിട്ടിട്ട് ആ ഗോൾ ലൈനിൻ്റെ പുറത്ത് രണ്ട് കൈകളൊക്കെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് പുരിക ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കാർലോ അൻസലോട്ടി എന്ന് പറയും. അയാൾക്ക് എവിടെ കളിപ്പിക്കണം, എങ്ങനെ കളിപ്പിക്കണം എന്നൊക്കെ അറിയാം. അതെല്ലാവരും കണ്ട തന്നെയാണ് പല സീസണിലായിട്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഫുട്ബോൾ ലോകം അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരിക്കലും നല്ല കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രക്കും നല്ല ഒരു ടീം ഉണ്ടാക്കാനായിട്ട് പെരസിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിലേറെ മികച്ച കളി നെയ്തെടുക്കാനും കാർലോ അൻസലോട്ടിക്കും സാധിക്കും. ഇജാതി ഒരു ടീമാണ് ഇനി ലോക ഫുട്ബോളിൽ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് ഒരു ബാലൻഡിയോറിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ, അതായത് ഇപ്പോൾ ബാലൻഡിയോറിൻ്റെ നിലവിൽ കിട്ടാൻ സാധ്യതയുള്ള ലിസ്റ്റ് നോക്കിയാൽ റിയൽ മാഡ്രിഡിൻ്റെ താരങ്ങളെക്കാളും മുമ്പിൽ വരും കാലഘട്ടത്തിൽ സ്വാഭാവികം അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ ലെജൻഡുകളൊക്കെ ഇങ്ങനെ പടിയിറങ്ങി പോകുമ്പോൾ പകരം സൈൻ ചെയ്യുന്ന ചില ലെജൻസുമാരായിട്ടുള്ള ടീമുകളുണ്ട്. അതായത് ലെജൻഡുമാരെ തന്നെ കളിയിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനത്തെ ടീമുകൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള മറുപടിയാണ് റിയൽ മാഡ്രിഡ് കൊടുക്കുന്നത്. അതായത് ലോകം ഭരിക്കാൻ പോകുന്ന ഒരു ടീമിനെ കൊണ്ടുവരികയാണ് ഇങ്ങോട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം 2012 ലൂക്ക മോഡ്രിച്ചിനെ സൈൻ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട ഒരു ടീമാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. 2014 ആർക്കും വേണ്ടാത്തൊരു താരമാണ് ഈ ടോണി ക്രൂസ് എന്ന് പറയുന്നത്. ആ ടോണി ക്രൂസിനെയും റിയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, 2012 നിങ്ങൾ ലൂക്ക മോഡ്രിച്ചിനെ കൊണ്ടുവന്നു, വേസ്റ്റ് ഓഫ് സൈനിങ് എന്ന് പറയുന്ന ആ ഒരു സൈനിങ് അങ്ങനെ കൊണ്ടുവന്നു, ഇനി എന്തിനാണ് ഈ ചങ്ങായിനും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് റിയൽ മാഡ്രിഡിൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു ആരാധകർ. പക്ഷെ അത് കാലം തെളിയിച്ചു കൊടുത്തു. റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബ്ബ് ഭാവിയിൽ പോലും അത്രയും നല്ല കാര്യങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് കാലം തെളിയിച്ചു കൊടുത്തു. ലൂക്ക മോഡ്രിച്ചും അതുപോലെ തന്നെ ടോണി ക്രൂസും ഇന്ന് റിയൽ മാഡ്രിഡിൻ്റെ കളം വിടാൻ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നവരാണ്. അതായത് വിരമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, ക്രൂസ് വിരമിച്ചു, അതുപോലെ തന്നെ മോഡ്രിച്ചും അടുത്ത കാലഘട്ടത്തൊക്കെ വിട പറയാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർ റിയൽ മാഡ്രിഡിന് കൊടുത്തിട്ടുള്ള ആ ഒരു സ്വാധീനം, ആ ഒരു സഹായം, അതൊന്നും റിയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിൽ ആരും കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് റിയൽ മാഡ്രിഡ്. ഇനി എംബാപ്പയും കൂടി എത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. എംബാപ്പെ എന്ന് പറയുന്നത് 2018 വേൾഡ് കപ്പിൽ തുടങ്ങിയിട്ടുള്ള തേരോട്ടാണ് PSG-ന്. പിന്നീട് PSG-ക്ക് പോകുന്നു. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് റിയൽ മാഡ്രിഡിലേക്ക് എന്നാ എംബാപ്പെ വരും, എംബാപ്പെ എന്ന് വരും. അവസാനം എന്താ റിയൽ മാഡ്രിഡിലേക്ക് എംബാപ്പെ എത്തിയിരിക്കുന്നു. എൻ്റെ ഐഡലായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് എംബാപ്പെ റിയൽ മാഡ്രിഡിലേക്ക് വരുന്നത്. കാണാൻ പോകുന്ന പൂരം
കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇനി എന്തൊക്കെയാലും യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ഗതി എന്നുള്ളത് കാണുക തന്നെ വേണം. ഇനിയിപ്പോൾ യൂറോ കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും ക്ലബ്ബോത്തര തലത്തിലുള്ള പോരാട്ടങ്ങളെ. അന്ന് നമുക്ക് കാണാം ഇനി എംബാപ്പയും വിനീഷ്യസും റോഡ്രിഗോയും എൻട്രിക്കും ജൂഡ് ബെല്ലിംഗ്ഹാമും നിറഞ്ഞാടുന്ന, അതുപോലെ ഇനി ബാക്കിലും താരങ്ങൾ ചുവാമനയുണ്ട്, കമാവികയുണ്ട്, ഇങ്ങനത്തെ താരങ്ങൾ നിറഞ്ഞാടുന്ന ഒരു ടീം. എജാതി ടീമായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്.